ഹലോ, നമുക്കിന്നൊരു പെയിൻറ്റിങ് ചെയ്യാം. ഇത് പെയിൻറ്റിങ്ങിന് തന്നെ 7th പാർട്ടാണ്. 6 പാർട്ടും കാണാത്തതാണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഒന്ന് പോയി കാണാൻ ശ്രമിക്കണം. ഞാനിവിടെ ഒരു പെയിൻറ്റ് ബ്രഷ് കൊണ്ടാണ് ഈ പടമെല്ലാം വരയ്ക്കണത്. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കൊണ്ടാണ്, അത് നിങ്ങളും മനസ്സിലാക്കണം. ആദ്യം 2 കളർ എടുത്തിട്ടാണ് മിക്സ് ചെയ്താണ് ഫുൾ അടിച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റാണ് നമ്മളിവിടെ വരയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പോസ്റ്റ് വരെ പോലെയൊക്കെ ആയെന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് കഴിഞ്ഞ് ഈ ലൈൻസ്, അതും ഈ മുതുക്കൻ ബ്രഷ് കൊണ്ട് ഈ ലൈൻ വരയ്ക്കാൻ നല്ല പാടായിരുന്നു. ഞാൻ കുറേ ടൈം എടുത്ത് നന്നായിട്ട് തന്നെ പാടുപെട്ടിട്ടാണ് ഈ ലൈൻസ് വരച്ചത്. നമുക്ക് പോയിൻ്റ് ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. പക്ഷേ പോയിൻ്റ് ബ്രഷ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഈ മുതുക്ക് ബ്രഷ് കൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ലൈൻ വരയ്ക്കാനായിട്ടായിരുന്നു എനിക്ക് ഭയങ്കര പാട്. എന്ത് ചെയ്തിട്ടുമല്ല, അതിൻ്റെ വണ്ണമാണെങ്കിൽ കൂടി വരുന്നു. കാരണം ലൈൻ വരയ്ക്കുമ്പോൾ എല്ലാം ഒരുപോലെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മളിവിടെ അടിയിൽ ഇങ്ങനെ കുറേ വീടും കെട്ടിടങ്ങളൊക്കെ പോലെ ഫുള്ള് ബ്ലാക്കാണ് കൊടുക്കുന്നത്. അത് വല്ല സീനില്ലാത്ത കാര്യമായിരുന്നു. അത് നമുക്ക് പോയിൻ്റ് ബ്രഷ് എന്ത് ബ്രഷാണെങ്കിലും വല്ല സീനൊന്നുമില്ല. പിന്നെ ഞാനിവിടെ അരികിലായിട്ട് കുറച്ച് ഇല പോലെ മരത്തിൻ്റെ ചില്ല പോലെയൊക്കെ വരക്കാമെന്നൊക്കെ ഓർത്താണ് വരച്ചത്. പക്ഷേ അതങ്ങോട്ട് ശരിയായില്ലെന്ന് തോന്നുന്നു. പിന്നീടാണ് ഞാൻ വിചാരിച്ചത് വെറുതെ ഒരു പണിയായിരുന്നു, വെറുതെ അത് വേണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ച്. പിന്നെ ഒരു മൂണിനെയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതും കുളമായെന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പറയണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പെയിൻറ്റിങ്ങൊക്കെ ഞാനിവിടെ വരയ്ക്കുന്നത്. പിന്നെ വെയിലത്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ വെയിലത്ത് കൊള്ളുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് അടിക്കണം. എൻ്റെ മൂന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.